ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 54/2026. അതിന്റെ ഫൈനൽ ആൻസർ കീയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഒന്നാമത്തെ, 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പിന്നെ മൂന്നാമത്തെ, ഡച്ചുകാർ തദ്ദേശീയ ഭിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർട്ടസ് മലബാറിക്കസ് തയ്യാറാക്കി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയുക. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയുക. വേലുക്കുട്ടി അരയൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വേലുക്കുട്ടി അരയൻ. സി, ഓപ്ഷൻ സി, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. മുഗൾ കാലഘട്ടത്തിലെ രാജാ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? മുഗൾ കാലഘട്ടത്തിലെ രാജാ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? സപ്തി. ഓപ്ഷൻ ബി, സപ്തി. 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറിയുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറിന്റെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ജോൺ സർമാൻ. ഓപ്ഷൻ എ, ജോൺ സർമാൻ. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത്. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത് കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാരപരിധി. കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാരപരിധി. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ബി പി വാഡിയ. ഓപ്ഷൻ സി, ബി പി വാഡിയ. തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. ഓപ്ഷൻ ഡി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയതാരാണ്? എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, അബ്ബൈ സീസ്. ഓപ്ഷൻ ഡി, അബ്ബൈ സീസ്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഡേഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡേഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. മൂന്നാമത്തേത്. ആൻസർ ഓപ്ഷൻ എ, മൂന്നാമത്തേത്. ഗൾഫ് സ്ട്രീം താഴെ പറഞ്ഞാൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹമാണ്? ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹമാണ്? അറ്റ്ലാന്റിക്. ഓപ്ഷൻ എ, അറ്റ്ലാന്റിക്. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? അറ്റ്ലസുകൾ. ഓപ്ഷൻ ഡി, അറ്റ്ലസുകൾ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? ഗോദാവരി. ഓപ്ഷൻ ബി, ഗോദാവരി. താഴെ പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? ആണവോർജം. ഓപ്ഷൻ ഡി, ആണവോർജം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഓപ്ഷൻ എ, ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. സ്ഥിര വിലയിലുള്ള ജി ഡി പിയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? സ്ഥിര വിലയിലുള്ള ജി ഡി പിയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പിയിലെ വർധനവ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പിയിലെ വർധനവ്. ഇനി പറയുന്നതിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത്? ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത്?
കാർഷിക സംഭരണ വിലകളിലെ വർധനവ്. ഓപ്ഷൻ ബി കാർഷിക സംഭരണ വിലകളിലെ വർധനവ്. ജി ഡി പി ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? ജി ഡി പി ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? നാമമാത്ര ജി ഡി പി നിന്ന് യഥാർത്ഥ ജി ഡി പിയിലേക്ക്. നാമമാത്ര ജി ഡി പി നിന്ന് യഥാർത്ഥ ജി ഡി പിയിലേക്ക്. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറഞ്ഞതിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? MNREGA മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ആൻസർ ഓപ്ഷൻ എ. ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. എക്സിക്യൂട്ടീവ് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? എക്സിക്യൂട്ടീവ് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഓപ്ഷൻ ബി. അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പാശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പാശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. ഓപ്ഷൻ സി. വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിന് ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. ഓപ്ഷൻ സി. സ്ഥാനപരമായ ഉത്തരവാദിത്വം. ഓപ്ഷൻ സി. സ്ഥാനപരമായ ഉത്തരവാദിത്വം. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാണെന്ന് കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ. അവ പൊതു താൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അവർ പൊതു താൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? മനുഷ്യാവകാശങ്ങളിലെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? ഓപ്ഷൻ ബി. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. ഏത് മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരു PRDS സ്ഥാപിച്ചത്? ഏതു മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരു PRDS സ്ഥാപിച്ചത്? ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. ഓപ്ഷൻ ഡി. ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. താഴെ പറയുന്നതിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? താഴെ പറയുന്നതിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? ഓപ്ഷൻ ഡി. ചൈന. ചൈന. അണ്ണാ ഹസാരെ ഡേഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അണ്ണാ ഹസാരെ ഡേഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. ഓപ്ഷൻ ബി. അഴിമതി വിരുദ്ധ പ്രസ്ഥാനവും. താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ വരുന്നത്? താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ വരുന്നത്? 1. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. 2. സാമൂഹ്യ വനവൽക്കരണം. 3. സമൂഹ ആസ്തികളുടെ പരിപാലനം. 4. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കറുപ്പ് ഉൽപാദനം. ഓപ്ഷൻ സി. കറുപ്പ് ഉൽപാദനം. ഇവയിൽ താളിയൽ താനം എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഇവയിൽ താളിയൽ താനം എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ. രേവതി പട്ടത്താനം. രേവതി പട്ടത്താനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ സി. ശ്രീനാരായണ ഗുരു.
ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏതു പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏതു പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ഓപ്ഷൻ ബി, ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഓപ്ഷൻ സി, ക്രിക്കറ്റ്. ഇനി പറയുന്ന പ്രസ്താവന പരിശോധിക്കുന്നു. ഇനി പറയുന്ന പ്രസ്താവന പരിശോധിക്കുന്നു. 1. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യൻ കപ്പ് സംഘടിപ്പിക്കുന്നത്. 2. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. പ്രൊഫഷണൽ ഗോൾഫിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റാണ് ഏഷ്യ കപ്പ്. ഇനി പറയുന്നതിൽ ഏതാണ് ശരി? ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യൻ കപ്പ് സംഘടിപ്പിക്കുന്നത്. 2. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇ. സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബർവയെ ചിത്രീകരിക്കുന്നു. 2. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. 3. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ. സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. മുകളിൽ നൽകുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ാമത്തെയും 3ാമത്തെയാണ് ശരി വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2ഉം 3ഉം ശരി. ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാന നിക്ഷേപത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. മുൻകാല ആനുകാലികങ്ങൾ കൈയെഴുത്തും ലിത്തോഗ്രാഫും ഉപയോഗിച്ചിരുന്നുവെങ്കിലും ജ്ഞാന നിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാള തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജ് ലേഔട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. 2. ബെഞ്ചമിൻ ബെയ്ലിയുടെ എഡിറ്റർഷിപ്പിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചരിത്ര ഗവേഷണം സ്ഥിരീകരിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ലേഔട്ട് ഡിസൈനുകൾ പിന്നീട് തുടർന്നുള്ള മാസികകളും അനുകരിച്ചു. 3. ആർച്ച് ഡീക്കൻ കോശിയുടെ ആദ്യകാല മലയാളം നോവൽ രൂപമായ പുല്ലേലിക്കുഞ്ഞ് ജ്ഞാന നിക്ഷേപണത്തിന്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി. ശ്രീബുദ്ധ ചരിതം എന്ന സാഹിത്യ കൃതിയെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതാണ് ശരിയായത്? ശ്രീബുദ്ധ ചരിതം എന്ന സാഹിത്യ കൃതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? 1. കുമാരനാശൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ അർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണ് ഇത്. 2. കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദാ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ആദ്യം വില്ലുവണ്ടി സമരം, പിന്നെ ഈഴവ സ്മാരകം, പിന്നെ വൈക്കം സത്യാഗ്രഹം, പിന്നെ പാലിയം സത്യാഗ്രഹം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഇനി പറയുന്നത് ശാസ്താവിന് ക്ഷേത്രമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, കൊട്ടിയൂർ ക്ഷേത്രം. ഓപ്ഷൻ ഡി, കൊട്ടിയൂർ ക്ഷേത്രം. സൈബർ സ്റ്റാക്കിംഗ് എന്നാൽ ഇവയെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ, ഇന്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ. ആൻസർ ഓപ്ഷൻ എ. ഇന്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ.
ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ നൽകുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നേരിട്ട് ഹാർഡ്വെയറുമായി സംവദിക്കുന്നു. 3, യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. അപ്പൊ ആൻസർ വരുന്നത് 1, 3 മാത്രം. ആൻസർ വരുന്നത് 1, 3 മാത്രം. ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. മെയിൻ ലയനം വേർഡ് പ്രൊസസർ, പിവറ്റ് പട്ടിക സ്പ്രെഡ്ഷീറ്റ്, റിപ്പോർട്ട് ജനറേഷൻ ഡാറ്റാബേസ് പാക്കേജ്, സ്ലൈഡ് മാസ്റ്റർ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ സി. ആൻസർ ചെയ്ത ഓപ്ഷൻ സി ആണ്. 1B, 2A, 3D, 4C. ഡാറ്റ നിലനിർത്താൻ ഏത് മെമ്മറിക്കാണ് ആനുകാലിക പുതുക്കൽ ആവശ്യമുള്ളത്? ഡാറ്റ നിലനിർത്താൻ ഏത് മെമ്മറിക്കാണ് ആനുകാലിക പുതുക്കൽ ആവശ്യമുള്ളത്? DRAM. വാദം എ, HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രനാണ്. കാരണം ആർ, വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെന്റുകൾ കാണാൻ കഴിയും. എയും ആറും ശരിയാണ്. കൂടാതെ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ആൻസർ ഓപ്ഷൻ എ. STIP 2020 പ്രകാരം ശാസ്ത്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? STIP 2020 പ്രകാരം ശാസ്ത്ര വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? വിമർശനാത്മക ചിന്തയെയും അന്വേഷണാധിഷ്ഠിത പഠനത്തെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ അന്തർവിജ്ഞാനീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ, ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥാ പ്രവചനവും ഉപയോഗിക്കും. രണ്ടാമത്തെ, വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള ഡാറ്റ ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നവ ഏതാണ്? ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നവ ഏതാണ്? ആവശ്യമായതും ലഭ്യമായതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ തമ്മിലുള്ള അന്തരം. ഓപ്ഷൻ ബി. ഗ്ലാസ്ഗോയിൽ നടന്ന COP26-ൽ ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഗ്ലാസ്ഗോയിൽ നടന്ന COP26-ൽ ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. ഓപ്ഷൻ എ. 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. DRDO രൂപീകരണത്തെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? DRDO രൂപീകരണത്തെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ, ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. 1ഉം 2ഉം മാത്രം. ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. തുടർച്ചയായ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം 132 ആണ്. വലിയതിനെ മാത്രം 3 കൊണ്ട് കൂട്ടിയാൽ പുതിയ ഉൽപ്പന്നം ഡാഷ് ആകും. ഓപ്ഷൻ എ 165. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 5:4 ആണ്. 18 ആൺകുട്ടികൾ കൂടി ക്ലാസ്സിൽ ചേർന്നാൽ അനുപാതം 7:4 മാറുന്നു. പെൺകുട്ടികളുടെ എണ്ണം ഡാഷ്. ഓപ്ഷൻ എ 36. ഒരു കടയുടമ ഒരു വസ്തുവിന്റെ വിലയേക്കാൾ 25% കൂടുതൽ അടയാളപ്പെടുത്തുകയും 20% കിഴിവ് അനുവദിക്കുകയും ചെയ്യുന്നു. അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഡാഷ്. ഓപ്ഷൻ സി ലാഭമില്ല, നഷ്ടമില്ല. x = 1/0.2 + 3/0.4 ആണെങ്കിൽ x/0.5 ഓപ്ഷൻ ബി 25. 60 - 24 ഹരിക്കണം 3 × 2 + 4ന്റെ മൂല്യം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 48. ഒരേ ആരമുള്ള സിലിണ്ടറുകളുടെ വ്യാപ്തം 16:25 എന്ന അനുപാതത്തിലാണ്. സിലിണ്ടറുകളുടെ വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണത്തിന്റെ അനുപാതം എന്താണ്? ഓപ്ഷൻ എ 16:25.
വൃത്താകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ ഘട്ടങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും കണ്ടെയ്നർ 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിലും അർദ്ധവ്യാസം ഘട്ടം 1-ൽ 15 സെന്റിമീറ്റർ മുതൽ ഘട്ടം 5-ൽ 3 സെന്റിമീറ്റർ വരെ ഗണിത പുരോഗതിയിൽ കുറയുന്നു. കണ്ടെയ്നറുടെ ആകെ ശേഷി സെന്റിമീറ്റർ ക്യൂബിൽ എത്രയാണ്? ഓപ്ഷൻ സി 4950 പൈ. ഒരു വിമാനം കാറ്റിന്റെ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ സഞ്ചരിക്കുകയും കാറ്റിനെതിരെ സഞ്ചരിക്കുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അതേ ദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിമാനത്തിന്റെയും കാറ്റിന്റെയും വേഗത 2 ദിശകളിലും സ്ഥിരമാണെന്ന് കരുതുക. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററിൽ എത്രയാണ്? 50. 17ന്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ശരാശരി 432 ആണ്. അപ്പോൾ ഈ 3 ഗുണിതങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? 416. 25p-1 + 100 = 5(2p-1) ആണെങ്കിൽ പിയുടെ മൂല്യം കണ്ടെത്തുക. 2. 9 × 9 - 9 ഹരിക്കണം 1/9 + 9 = ഡാഷ്. ഓപ്ഷൻ സി 9. 1നെ 37ആയും 2നെ 61ആയും കോഡ് ചെയ്തിട്ടുണ്ടെന്നും 6 എന്ന വാക്ക് ഡീകോഡ് ചെയ്യുക. ഓപ്ഷൻ എ 55. സംഖ്യാശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 2, 8, 18, 32, 50, 72 ഡാഷ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയിൽ ഒന്നും ഇല്ല. ഓപ്ഷൻ ഡി. താഴെ പറയുന്ന സമവാക്യത്തിലെ എല്ലാ ചിഹ്നങ്ങളും മാറ്റിസ്ഥാപിക്കുന്നതിനും അതുവഴി അത് സന്തുലിതമാക്കുന്നതിനും ഗണിത പ്രവർത്തനങ്ങളുടെ ക്രമം തിരഞ്ഞെടുക്കുക. അതിലൂടെ സമവാക്യം സന്തുലിതമാക്കുക. 64ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. 9, 27, 81, 246, 729, 2187. ഓപ്ഷൻ സി 246. 2 പേർ ഒരുമിച്ച് പോകുന്നു. അവരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ എന്റെ അച്ഛനാണെങ്കിൽ ഞാൻ നിന്റെ മകനല്ല. 2 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? അച്ഛനും മകളും. എ ബിയുടെ തെക്ക് പടിഞ്ഞാറ് 20 മീറ്റർ അകലെയാണ്. സി ബിയുടെ തെക്ക് കിഴക്ക് 20 മീറ്റർ അകലെയാണ്. സി എയുടെ ഏത് ദിശയിലാണ്? 67ന്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്, കിഴക്ക്. 68ാമത്തെ ക്വസ്റ്റ്യനും 69ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ 61 × 14 × 127 = ന്റെ ഗുണനഫലത്തിന്റെ ഏകക സ്ഥാനത്തുള്ള അക്കം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 6 ആണ്. ഓപ്ഷൻ ഡി 6. 71ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 72. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ദ ഡെലിഗേഷൻ ട്രാവൽ ബൈ ഡാഷ് എയർ ഡ്യൂ ടു ദ അർജൻസി ഓഫ് ദ മീറ്റിംഗ്. 72ന്റെ ആൻസർ എന്ത്? ഓപ്ഷൻ ഡി ആണ്, നോ ആർട്ടിക്കിൾ. ചൂസ് ദി കറക്റ്റ് verb form. Neither the training module nor the supplementary material dash available on the portal. Option A is. Choose the correct question tag. Let us reconsider the proposal dash question mark. Option A shall we. Identify the correct sentence. Identify the correct sentence. Option B. The director had the assistant prepare the summary. Ravi dash tea every morning. Option B drinks. Ravi drinks tea every morning. The plant shed its leaves. Identify the possessive pronoun. 77 answer and the option C ആണ്. It's Kirtana won't be late. It is use suitable question tag. Option A will she. Now we shall discuss dash our future prospects. Option D no preposition. We are going to bake the bread. Change into passive voice. Option A. The bread is going to be baked. Pick out the ending of the underlined word. The rules and regulations were strictly enforced. Option D. Lightly. Fill up using the appropriate word from the bracket. A dash of cattle lying under the
tree. Option B, heard. Fill up the blank with the correct phrasal verb. The meeting was dashed due to the manager's illness. Option B, put off. Replace the word underline with its synonym. Bobby's success was the result of perseverance. Option B, persistence. Pick out the correct prefix to get the opposite of the word manage. Option A, miss. What is the meaning of the bona fide? Answer വരുന്നത് option A, in good faith or genuine. Option A. What is the correct expansion of laser? Correct expansion of laser. Option B, light amplification by stimulated emission of radiation. Option B ആണ്. What is the one word substitute for a person who believes in doctrine of pleasure as the chief good of life? Answer is option B, hedonist. Choose the correctly spelled word. Option A, occurrence. Which word means having a harmful effect? Option A, pernicious. Option A, കാകദന്ത ഗവേഷണ ന്യായത്തിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി, അങ്ങില്ല ലാ പൊങ്ങിന്റെ വേര് കിളയ്ക്കുമോ? ഓപ്ഷൻ ഡി. ചുവടെ നൽകിയിട്ടുള്ള ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ, ഒന്നാമത്തെ കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. നാലാമത്തെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ തീരുമാനമെടുത്തു. ഓപ്ഷൻ എ. ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഏത്? ഓപ്ഷൻ എ, ധ്വജം, കൊടിമരം, പക്ഷി. ഹീസ് എൻ ഓൾഡ് ഫാഷൻ എന്ന വാക്യത്തിന് ഏറ്റവും യോജിച്ച പരിഭാഷ ഏത്? ഓപ്ഷൻ സി, അയാൾ പഴഞ്ചനാണ്. ശരിയായി എഴുതിയ പദം ഏത്? ഓപ്ഷൻ എ, ഭൂയിഷ്ടം. ഓപ്ഷൻ എ. ചുവടെ ചേർത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി, രണ്ടാമത്തെയും മൂന്നാമത്തെയും. ഗതി പ്ലസ് അന്തരം ഗത്യന്തരം. ജഗത് പ്ലസ് നാഥൻ ജഗന്നാഥൻ. ഓപ്ഷൻ ബി. കിണറിന്റെ സമാന പദങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ, കൂപം പ്രഹി. ചുവടെ പറയുന്നതിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി, ശ്വശ്രു ശ്വശ്വരൻ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. വിശ്വസ്ത സേവകൻ ഘടക പദങ്ങളാക്കുക. ഓപ്ഷൻ സി, വിശ്വസ്തനായ സേവകൻ. താങ്ക് യു.